നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. തേർഡ് പാർട്ടിയെക്കുറിച്ചൊന്ന് അറിയണമെന്ന ആഗ്രഹം പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് എത്രത്തോളം സ്വാധീനിക്കുന്നു, അവർ എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള ഉറപ്പുള്ളവരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവരും നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന സെപ്പറേഷൻ ഉള്ളവരും മാത്രം കാണുക. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനോ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ശക്തമായിട്ട് തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടാണ് പോണത്. ബന്ധത്തിൽ ചെറിയൊരു അസംതൃപ്തി ഉണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതേസമയം നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, അതുപോലെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം റീഡിങ്സ് കാണുക. പിന്നെ ഏത് വ്യക്തിനെയാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ പേഴ്സണിന് പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്ട് ചെയ്യണം. ജനറൽ റീഡിങ്സ് ആണ്. ജനറൽ റീഡിങ്സ് വായിക്കുമ്പം ഇത് എൻ്റെതാണോ എന്ന് ചോദിച്ച് നമ്മുടെ അടുത്തേക്കല്ല നിങ്ങൾ വരേണ്ടത്. നിങ്ങൾ സ്വയം വിലയിരുത്തുക കേട്ടോ. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻസ് വാങ്ങിയെടുക്കുക. ടാറോയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ജനറൽ റീഡിങ്സ് കൊണ്ട് പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവാനായിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അതും നിങ്ങളുടെ എനർജി വേണമെങ്കിൽ നിങ്ങൾക്കത് ഏത് രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്യുക കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയണം, മുന്നോട്ടേക്ക് തീരുമാനങ്ങൾ എടുക്കണം, നിങ്ങളുടെ റിലേഷൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും ഇതെന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. അതിന് പേയ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾ എടുത്തു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റിന് 3 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളൊപ്പം നിന്നപ്പോൾ തന്നെ കണക്റ്റഡ് ആയൊരു തേർഡ് പാർട്ടി ആയിരിക്കാം കേട്ടോ. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലിയൊക്കെ ആണെങ്കിലും വളരെ സപ്പോർട്ട് ലഭിച്ച, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റാണ്. ഒരു സഹതാപത്തിൻ്റെ പുറത്ത് കണക്റ്റഡായ വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് ഇതിനകത്ത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരോപകാരങ്ങൾ ചെയ്ത്, സഹായങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്നതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ ഫിസിക്കലിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് കണക്റ്റഡായ, പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആകർഷണീയത, അട്രാക്ഷൻ തോന്നിയ ഒരു എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പറയാൻ പറ്റുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കരിയർ മേഖലപരമായിട്ടോ മറ്റെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റെന്തൊക്കെയോ കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത്, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്തുള്ള ഒരു യാത്രക്കിടയിലോ മറ്റുമൊക്കെയാണ് ഈ ഒരു തേർഡ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതായത് ഒരു സഹതാപം മുന്നിൽ ശക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തേർഡ് പാർട്ടിയുമായിട്ട് കണക്റ്റഡ് ആവാൻ, അല്ലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു സഹതാപം, സഹായഹസ്തങ്ങളുടെ ഒരു പ്രാധാന്യം. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഫിസിക്കൽ പരമായിട്ടാണെങ്കിലും ഒക്കെ കണക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ കാരണമായി എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടിയുടെ എനർജി കണക്റ്റഡ് ആയിരിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ കണക്റ്റ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ. എന്താണേലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ സ്വാധീനം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു നിരാശയാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട്, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്ന. ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു കുറ്റബോധം തേർഡ് പാർട്ടി തന്നെയാണ് കേട്ടോ ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇവരിൽ നിന്നും ചേഞ്ച് ആവാൻ തേർഡ് പാർട്ടിയാണ് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എനർജി നോക്കുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തോന്നിയ ഒരു
ഒരു പെട്ടെന്ന് തോന്നിയ ഒരു ഫീലിങ്സിനെ ബേസ് ചെയ്താണ് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നത്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ടുള്ള ഇവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ട്രാപ്പ് ഫീലിങ്സ്, അതായത് അതിൽ പെട്ട് നിൽക്കേണ്ടി വന്ന, അവിടുന്ന് പെട്ടെന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധമുള്ള ചില സാഹചര്യങ്ങൾ അവർക്കിടയിൽ ഉണ്ടായി എന്നുള്ളതും വളരെ ശക്തമാണ്. ഇമോഷണലി മാത്രമല്ല, മറ്റു പല രീതിയിലും നിങ്ങളുടെ വ്യക്തി ആ തേർഡ് പാർട്ടിയിൽ നിലനിൽക്കേണ്ടി വന്ന സിറ്റുവേഷൻസ്, അതായത് സഹായകരമാകുന്ന, ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ ആ സമയത്തൊരു നിലനിൽപ്പിനെ ബേസ് ചെയ്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്കിടയിൽ നടന്നപ്പം അവിടെ നിന്ന് മുഖം തിരിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്ത് കടക്കുക എന്നത് ഇവരെ സംബന്ധിച്ച് അസാധ്യമായി തീർന്നത് തന്നെയാണ് കേട്ടോ. എന്താണെങ്കിലും നിരാശ എനർജിയാണ്, അതായത് കമ്മ്യൂണിക്കേഷൻ ഒന്നും ക്ലിയറൻസ് ഇല്ല അവിടെ, വളരെ സ്ട്രെസ് എനർജിയാണ്, ബുദ്ധിമുട്ടുന്നുണ്ട്, ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റാരൊക്കെയോ തേർഡ് പാർട്ടിയെ ബേസ് ചെയ്ത് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. ആരുടെയൊക്കെയോ ഒരു ഫോക്കസിങ്, ആരൊക്കെയോ അറിഞ്ഞ പോലെ അല്ലെങ്കിൽ അവരെ കണക്റ്റ് ചെയ്ത്, തേർഡ് പാർട്ടീനെ ഈ വ്യക്തിയെ കണക്റ്റ് ചെയ്ത് മറ്റാരൊക്കെയോ ഇവരെ വാച്ച് ചെയ്യുന്നതായിട്ടും അതിലൊരു അസംതൃപ്തി, സമാധാനക്കേട് തേർഡ് പാർട്ടിയുടെ എനർജിയിലും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിലും കാണുന്നുണ്ട്. പക്ഷേ നിരാശയാണ്, അതായത് ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ മോശമായൊരു അവസ്ഥയിലൂടെയാണ് തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ള ഇവരുടെ എനർജി കടന്നു പോകുന്നത്. ഇമോഷണൽ ലോസാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, ഫെയിലിയറാണ്. റിഗ്രറ്റ് വളരെ ശക്തമായിട്ടുണ്ട്, കുറ്റബോധം തോന്നുന്നുണ്ട്. കുറ്റബോധം തോന്നുന്നതിൻ്റെ കാരണം കയ്യിൽ ഇരുന്നത് നഷ്ടപ്പെടുത്തി കിട്ടിയതിട്ട് യാതൊരുവിധ ഗുണകരമല്ല, അതിനെ അവർക്ക് ഫോക്കസ് ചെയ്ത് അതും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നിങ്ങളെ മാറ്റി നിർത്തിയത് നിങ്ങളുടെ കുറവുകൾ പറഞ്ഞിട്ടാണ് എങ്കിൽ തേർഡ് പാർട്ടിയിൽ അവർക്ക് സംതൃപ്തിപ്പെടാൻ പറ്റുന്നില്ല, അതിനേക്കാൾ ശക്തമായ കുറവുകൾ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ ഒരു സമാധാനമില്ല, വലിയ വെപ്രാളമാണ്, മനസ്സമാധാനമില്ലായ്മ, സ്വസ്ഥതയില്ലായ്മയാണ് നമുക്ക് ഈ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. തിരിച്ച് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻസ് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, കളഞ്ഞിട്ട് പോകാനും പറ്റുന്നില്ല, കൊണ്ട് നടക്കാനും പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മാനസിക പിരിമുറുക്കമാണ്, സൈലൻ്റ് ആണ്, ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. മാത്രവുമല്ല ഇല്യൂഷൻ എനർജി, മായാവലയത്തിൽ ഒരു ആഗ്രഹം തോന്നി അല്ലെങ്കിൽ പെട്ടെന്ന് തോന്നിയ ചെറിയ ചെറിയ ഫീലിങ്സുകളൊക്കെ പൊട്ടത്തരമായി പോയി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട്. പ്ലസ് നമുക്ക് ഡബിൾ എനർജി പ്രസൻസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവരുടെ ഈഗോയും തന്നിഷ്ടവും സെൽഫിഷ് മെൻറ്റാലിറ്റീനെയൊക്കെ തകർക്കുന്ന രീതിയിൽ ഇവരാകുന്ന ഭാവങ്ങളെ എല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഒരു ബന്ധമാണ് തേർഡ് പാർട്ടി പ്രസൻസ്. മോഹിപ്പിക്കുക അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആക്കുക, അൺകണ്ടീഷണലായ ഒരു സ്നേഹമായിട്ട് തോന്നിയെങ്കിൽ അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് പെട്ടുപോകുക എന്നതായിരുന്നു. പെട്ടെന്ന് തോന്നിയ ഒരു ഇഷ്ടം, ആകർഷണം, അതുപോലെ സപ്പോർട്ടിങ്, മറ്റു സഹായങ്ങൾ സ്വീകരിച്ചത്, കണ്ണ് കെട്ടിക്കളഞ്ഞ ഒരവസ്ഥയിലേക്കാണ് ഇവർ തേർഡ് സിറ്റുവേഷൻസിൽ ചെന്ന് പെട്ടത്. കാർമിക് റിലേഷൻഷിപ്പാണ്, പരീക്ഷണ കാലഘട്ടമാണ്. ചെയ്തു പോയ കർമ്മങ്ങളുടെ എല്ലാം ഫലം തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് ഇവർ അനുഭവിച്ച് പുറത്ത് കടക്കേണ്ടി വരും എന്നുള്ളതാണ് വളരെ പ്രഷ്യസ് ആയിട്ട് തോന്നി. അതായത് ഇപ്പം രാക്ഷസി രൂപം മാറി അല്ലെങ്കിൽ രാക്ഷസൻ രൂപം മാറി വരിക എന്ന് പറയുന്നത് പോലുള്ളൊരവസ്ഥ വളരെ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രൂരത അല്ലെങ്കിൽ ഒരു ചതിയുടെ മനോഭാവം ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി എനർജീനെയാണ് കാണുന്നത്. ബന്ധനത്തിലാക്കി എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സണെ. അപ്പോൾ ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്ന ഞാനെന്ന ഭാവം അല്ലെങ്കിൽ സെൽഫിഷ് മെൻറ്റാലിറ്റി, ഈഗോ, അതുപോലെ തന്നെ ഒരിടത്തും തോറ്റുപോകില്ല, ഞാൻ വളരെ ശക്തമാണ്, ക്ലിയറാണ് എന്നൊക്കെയുള്ള ആ ചിന്തകൾ വരെ ഇപ്പം അവസാനിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പം ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്, ഓവർ തിങ്കിങ് ആണ് അവരെ സംബന്ധിച്ച്. വല്ലാതൊരു ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയൊക്കെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ്. മാത്രമല്ല ഇരയാക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു വ്യക്തത, ക്ലിയറൻസ് അവർക്ക് അവരുടെ ലൈഫിൽ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും കറൻറ്റ് സമയം
ഇവർക്ക് അനുകൂലവുമല്ല, ബന്ധങ്ങളൊന്നും തന്നെ അനുകൂലവുമല്ല കേട്ടോ. അതുപോലെ തന്നെ വിട്ടുപോകാൻ പറ്റുന്നില്ല. ഇമോഷൻസിനെ ഉപേക്ഷിച്ച് പുറത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ബന്ധിക്കപ്പെടുന്നൊരവസ്ഥ. പെട്ടെന്നൊന്നും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കാനും പറ്റില്ല, സമാധാനപരമായിട്ട് അതിൽ നിലനിൽക്കാനും പറ്റില്ല. ഈ വ്യക്തിയുടെ മുന്നിൽ വരുന്ന എന്ത് കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. പേടിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളും അപ്പോൾ ഒന്നിലും വിശ്വാസമില്ലാത്തൊരവസ്ഥയായിപ്പോയി. അതായത് തേർഡ് പാർട്ടിയിൽ വളരെയധികം വിശ്വാസത്തോടു കൂടി ഇവർ കണക്ട് ചെയ്തെങ്കിലും കറൻറ്റ്ലി വരുന്ന ഒന്നിനെയും വിശ്വാസത്തോടു കൂടി എടുക്കാനോ ഒന്നിലും ഫോക്കസ് ചെയ്യാനോ ഒന്നും സെലക്ട് ചെയ്യാനോ പറ്റുന്നില്ല. ലൈഫിൽ പല അവസരങ്ങളും വരുന്നുണ്ട് ജീവിതത്തെ കണക്ട് ചെയ്ത് തന്നെ. പക്ഷേ ഒന്നിലും ഈ വ്യക്തിക്ക് വിശ്വാസമില്ലായ്മ, അതായത് ഒരു ഭയം അല്ലെങ്കിൽ കൺഫ്യൂഷൻ, സംശയം, ഈ ഒരു എനർജിയിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയായിട്ടാണ് കാണുന്നത്. അതായത് ഇമോഷണൽ ലോസാണ്. ഇമോഷണലിയാണ് ഈ വ്യക്തി തകർന്ന് നിൽക്കുന്നത്. ആഗ്രഹമുണ്ട് കരപറ്റണം, വിജയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും സാധ്യമല്ല എന്നുള്ളതായിട്ടാണ് കാണുന്നത്. ഈ തേർഡ് പാർട്ടി എനർജിയിലേക്ക് നോക്കുമ്പോൾ വളരെ പ്രഷ്യസ് ആണ് കേട്ടോ. അബണ്ടൻസ് ആണ്, അട്രാക്റ്റഡ് ആണ്, നല്ല സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷേ നല്ല മൂർച്ചയുള്ള വാളും കൂടിയാണ്. അത് രണ്ട് സൈഡും മൂർച്ചയുള്ളൊരു വാളാണ്. ഏത് വശത്തെന്നാണെങ്കിലും മുറിവേൽക്കപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥയാണ്. അതായത് വിട്ടുവീഴ്ച ചെയ്യില്ലാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കാത്ത ഇവരുടെ ക്യാരക്ടർ തന്നെയാണ് തേർഡ് പാർട്ടി എനർജിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവരെന്തായിരുന്നോ അത് തന്നെ തേർഡ് പാർട്ടി, അതിൻ്റെ പ്രതിരൂപം, ഓപ്പോസിറ്റുള്ള മറ്റൊരു ആ ഒരു നിഴലെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ ശരിക്കും ബന്ധനത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ, തേർഡ് പാർട്ടിയുടെ ബന്ധനത്തിലാണ്. പക്ഷേ ബന്ധനം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നോക്കിയാൽ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അതായത് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനെല്ലാം ഒരു ഫെയിലിയർ എനർജിയാണ് കാണിക്കുന്നത്. വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്, തേർഡ് പാർട്ടിയെ കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫോക്കസ്ഡ് ആണ് തേർഡ് പാർട്ടിയുടെ നീക്കങ്ങളും ചിന്തകളും എല്ലാം ഫോക്കസ്ഡ് ആണ്. കൂടാതെ തന്നെ പറഞ്ഞില്ലേ, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഉറച്ച വാക്കുകളും ഉറച്ച തീരുമാനങ്ങളും ഒക്കെ തന്നെയാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റമില്ല, മാറ്റം വരില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാത്തൊരു ക്യാരക്ടറാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. തോറ്റു കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ പരാജയം സമ്മതിക്കാനൊന്നും ഇഷ്ടമല്ലാത്ത, ഏതു വെല്ലുവിളിയെയും നേരിടുന്ന, ശക്തമായിട്ട് പ്രതികരിക്കുന്ന, ശരിയെന്ന് തോന്നുന്നതിൽ ഉറച്ചു നിൽക്കുന്നൊരു ക്യാരക്ടറാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്. വളരെ ഫ്രീഡം ആഗ്രഹിക്കുന്നതും ജഡ്ജ്മെൻറ്റിങ് എനർജി ഉള്ളതുമായ വ്യക്തിയാണ്. പക്ഷേ ആ വ്യക്തിയുടേതാകുന്ന ചിന്തകളിലെ ജഡ്ജ്മെൻറ്റിങ് ആണ്. അതായത് മൊത്തത്തിൽ നോക്കിയുള്ള ജഡ്ജ്മെൻറ്റിങ് ഒന്നുമല്ല. തേർഡ് പാർട്ടിക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്ന അത് തന്നെ ആയിരിക്കും അവിടെ പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ വ്യക്തിക്കും അനുവാദമുള്ളത്. അതായത് അടിമ എന്ന ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലെല്ലാ ഇമോഷൻസിനെയും എല്ലാം അടിച്ചമർത്തി വെച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണിൽ കാണാൻ പറ്റുന്ന. മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ, ശബ്ദമുയർത്തി പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ആഗ്രഹമുണ്ടെങ്കിലും എല്ലാം അടക്കി പിടിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. കാരണം മണ്ടത്തരം പറ്റി എന്നുള്ളതും തല കൊണ്ടുപോയി വെച്ച് കൊടുത്തു എന്നുള്ളതും എല്ലാം വ്യക്തമായിട്ട് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് സാമ്പത്തികവും മറ്റു സഹതാപവും മെൻ്റൽ സപ്പോർട്ടും ഒക്കെ ആയിട്ട് അങ്ങ് കണക്റ്റഡ് ആയെങ്കിലും വരിക കാര്യങ്ങൾ തേർഡ് പാർട്ടിക്ക് അനുകൂലമായപ്പം തേർഡ് പാർട്ടി ഒറിജിനൽ ക്യാരക്ടർ എനർജി കാണിച്ചു. പിടിച്ചടക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന, തേർഡ് പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസിലേക്ക് കാര്യങ്ങൾ മാറിപ്പോയി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ബന്ധിക്കപ്പെട്ടൊരവസ്ഥയാണ് കേട്ടോ, ഒരു ബന്ധന അവസ്ഥയാണ് കാണുന്നത്. ഇരയാക്കപ്പെട്ടു എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും അടുത്ത നെക്സ്റ്റ് ആക്ഷൻ എടുക്കാനുള്ള ഒരു കഴിവില്ലാതായിപ്പോയി നിൽക്കുകയാണ് ഈ സിറ്റുവേഷൻസിൽ നിൽക്കുന്നവർ. ഇനി എന്ത് ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ, ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, നെഗറ്റീവ് തോട്ട്സ്, അതായത് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവ് തോട്ട്സ്. കാരണം അത്രത്തോളം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ആയിരുന്നു. അപ്പോൾ എത്രത്തോളം ഈ വ്യക്തി തേർഡ് പാർട്ടിയിൽ ഫോക്കസ് ചെയ്തിരുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഇപ്പം തേർഡ് പാർട്ടിയിൽ നിന്നും വിട്ടുപോവാൻ, രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അതൊന്നും സാധ്യമല്ലാത്തൊരു എനർജിയാണ്. തേർഡ് പാർട്ടിയിൽ നിന്നും തേർഡ് പാർട്ടി മനസ്സ് വെക്കണം, പുറത്ത് കടക്കണമെങ്കിൽ. തേർഡ് പാർട്ടിക്കും ഒരു ചെറിയ ഇഷ്ടക്കേടുകളുണ്ട്, അനിഷ്ടത കാണിക്കുന്നുണ്ടെങ്കിലും ആക്ഷനൊന്നും എടുക്കാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ.
അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ പെട്ട് നിൽക്കുകയാണ്, അബദ്ധങ്ങളാണ് സംഭവിക്കുന്നത്. മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ വളരെ ആഗ്രഹമുണ്ട്. ഈ കൺഫ്യൂഷൻ, അതായത് ക്ലിയർ തെറ്റുകൾ തിരുത്തണമെന്നും മുന്നോട്ടേക്കൊന്ന് ക്ലാരിറ്റിയോട് കൂടി പോകണമെന്നും ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു സ്ഥാനത്ത് നല്ലൊരു പൊസിഷനിൽ എത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ സാധിക്കും, അല്ലെങ്കിൽ അത് വേറെ സ്വപ്നമാണോ, എനിക്കതിന് കഴിയുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ്. തേർഡ് പാർട്ടിയുമായിട്ട് 2 ഓഫ് കപ്സിൻ്റെ എനർജി നിൽപ്പുണ്ട്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും, അതായത് കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി എനർജിയുടെ ക്യാരക്ടർ വെച്ച് പറഞ്ഞില്ലേ, വളരെ കോൺഫിഡൻസ് ആയിട്ടും ഒരു ഫ്രീഡം എനർജിയിൽ പോകുന്ന വ്യക്തിയായിട്ടും മറ്റു പല മേഖലകളിൽ തേർഡ് പാർട്ടി ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട്, ഒരു പക്ഷേ കരിയർ മേഖലയിലൊക്കെ നല്ല ഒരു സ്വാധീനം ചെലുത്തുന്ന, നല്ല പിടിപാടുകളുള്ള, നല്ല അവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നല്ല പവർഫുള്ളാകുന്ന. അപ്പോൾ അതിനെയൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ ബാലൻസ് ചെയ്തങ്ങ് പോകാമെന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുമ്പോഴും അസാധ്യമാണ്. സിറ്റുവേഷൻസ് ഇംബാലൻസിങ്ങാണ് വരുന്നത്, പറ്റുന്നില്ല. അപ്പോൾ അവിടെ നിരാശപ്പെടുകയാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, മാനേജ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിരാശയാണ്. ഈ നിരാശയുടെ കാരണം തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തേക്കാൾ കൂടുതൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നത്. അതായത് തെറ്റുപറ്റി, ഞാൻ ചെയ്തത് തെറ്റാണ്, എൻ്റെ ജീവിതത്തിൽ അബദ്ധം പറ്റി എന്നുള്ള ഒരു ചിന്ത പിടികൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നാനോ സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിരാശയാണ്. അതായത് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം സ്വീകരിച്ചത്, തേർഡ് പാർട്ടിയുടെ കപ്പ് ഓഫ് ലവ് സ്വീകരിച്ചത് ഇപ്പം മരണതുല്യമായ വേദന അനുഭവിക്കേണ്ടി വരുന്നു. നിരാശയാണ്, വളരെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയാണ്, ഒരു വീർപ്പുമുട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നഷ്ടബോധം, അവരെ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിങ്സും. അതുപോലെ അവർ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, എത്ര കൊണ്ട് എന്നെ ഗൈഡ് ചെയ്തില്ല, എനിക്ക് ശരിയായിട്ടുള്ളൊരു മാർഗം കാണിച്ചു തന്നില്ല, ശരിയായ തീരുമാനങ്ങൾ എന്തുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല എന്നുള്ള ആ ഒരു മാനസിക വ്യത അവരെ പിടികൂടുന്നുണ്ട് കേട്ടോ. ശരിക്കും തേർഡ് പാർട്ടിയുടെ സ്നേഹം അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് അട്രാക്ഷൻ തോന്നിയത് ലൈഫിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു അബദ്ധം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പിഴവായിട്ട് തന്നെ അവർ കാണുന്നു. ആ സാഹചര്യങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു, മനസ്സുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നു. നിരാശയാണ്, അതായത് മടുത്തു എന്നുള്ളൊരവസ്ഥ തന്നെയാണ് തേർഡ് സിറ്റുവേഷൻസിന് അവർ എത്ര കൊണ്ട് മാനേജ് ചെയ്യാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ല. ഇതിനകത്ത് ചിലരൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാൻ ശ്രമിച്ചവരുണ്ട് കേട്ടോ. അവിടെയും പരാജയമായിട്ട് സംഭവിച്ചു. ഒരു പക്ഷേ പുതിയ തുടക്കം കരിയർ മേഖലയെ ബേസ് ചെയ്തോ ലൈഫിൽ മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഇവരിലേക്ക് വന്നിട്ടുണ്ടാവാം. പക്ഷെ അതും അവർക്ക് പരാജയമാണ് സംഭവിച്ചത്. അവർ തോറ്റുപോയതായിട്ടാണ് കാണുന്നത്. വിദേശവാസ യോഗമൊക്കെ അവരിലേക്ക് വന്നത് അവർക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ലോസ് സംഭവിച്ചു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും വല്ലാത്ത ഒരു തടസ്സങ്ങളും വിലപിച്ചു പോകുന്നു. അതായത് ശാപമാണ്, എൻ്റെ ഈ ജന്മം ഒരു ശപിക്കപ്പെട്ട ജന്മം പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. അതായത് തടസ്സങ്ങളാണ്, പരാജയമാണ് അവരെ സംബന്ധിച്ച് തേർഡ് സിറ്റുവേഷൻസുമായിട്ട് കണക്റ്റ് ചെയ്ത സമയം മുതൽ അവർക്ക് പരാജയമാണെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവരൊരു സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എനർജിയൊക്കെ വീണ്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഈഗോയും കുറച്ച് തന്നിഷ്ടമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പ്രതീക്ഷ കൈവെടിയുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ സമയം ചേഞ്ച് ആവും, എല്ലാം മാറി തിരിഞ്ഞു വരുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ സ്വാധീനം എന്ന് പറയുന്നത് ഇവർക്ക് നെഗറ്റീവാണ് കേട്ടോ. ഇവരുടെ കാര്യങ്ങൾക്കെല്ലാം തടസ്സം, ഇവരിലേക്ക് വരുന്ന സർവ്വ കാര്യങ്ങൾക്കും ബ്ലോക്കേജ് വരുന്ന രീതിയിൽ ഇവർക്ക് ഉയർച്ചയില്ലാതെ ഒരു ഗ്രോത്ത് ഇല്ലാത്തൊരവസ്ഥ. മാത്രവുമല്ല അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത മനസ്സമാധാനം, സന്തോഷം ഇതൊന്നും കറൻ്റിലി തേർഡ് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പുറകോട്ട് നോക്കുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളെക്കുറിച്ച് ഓർക്കേണ്ടി വരുന്നു, നിങ്ങളെ അറിയാനുള്ള ആഗ്രഹം അവരുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് ഫീൽ ചെയ്യിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ സാഹചര്യ സിറ്റുവേഷൻസ് രക്ഷപ്പെടുക എന്നതാണ് കേട്ടോ. ഒരു പക്ഷേ പുറത്തേക്ക് കടന്നു പോകാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹം അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് ഈ സാഹചര്യങ്ങളെല്ലാം മറികടന്ന്
രക്ഷപ്പെട്ടു പോകണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട് 100%. അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അവർ എത്രത്തോളം ഡൗൺ ആകുമ്പോഴും അവിടെ നിന്ന് പിടിച്ച് കയറാൻ പറ്റും, എനിക്കൊരു മാർഗമുണ്ട്, ഒരു രക്ഷയുണ്ട് എന്നവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് കുറച്ച് സൗഹൃദ ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് എനർജി അല്ലെങ്കിൽ വേറെ കുറച്ച് വ്യക്തികളുടെ പ്രസൻസ് അവരെ നല്ലപോലെ സ്വാധീനിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവരെ ഇപ്പോൾ പിടിച്ച് നിർത്തുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ വീണു പോകാതെ പിടിച്ച് നിർത്തുന്നത് കുറച്ച് മറ്റു വ്യക്തികളുടെ ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി നമുക്ക് പറയാം. പുറമേ ഉള്ള ചില വ്യക്തികളുടെ പ്രസൻസ്, സ്വാധീനമൊക്കെ അവരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് നിലനിർത്തി തരുന്നതായിട്ട് കാണുന്നത് കേട്ടോ.